ഹേയ്, ലൈറ്റ് ഓഫ് ചെയ്ത് കിടക്കൂ ഒന്ന് ശാന്തമായി. ഫോൺ ചെവിയരികിൽ വെച്ച് കേൾക്കൂ. പുറത്തു ലോകമുറങ്ങുമ്പോൾ നമുക്ക് വേറൊരു ലോകത്തിലേക്ക് പോകാം. മണലിന്റെയും ചരിത്രത്തിന്റെയും ഒരു ലോകം. രാത്രിയുടെ ഈ നിശബ്ദതയിൽ കേൾക്കാൻ പറ്റിയതാണീ കഥ. സൗദി അറേബ്യയുടെ കഥ. ഒരിക്കൽ ഒട്ടകപ്പാതകളിൽ പൊടിപിടിച്ചിരുന്നത് മാത്രമായിരുന്നൊരു മരുഭൂമി ഇന്ന് ആകാശം തൊടുന്ന കെട്ടിടങ്ങളാൽ നിറഞ്ഞിരിക്കുന്നു. ആ ഭൂമിയിൽ ഒരിക്കൽ മനുഷ്യർ ജീവിച്ചത് ചൂടിനെയും മണലിനെയും മറികടന്നു മാത്രം. പക്ഷേ ആ മണലിനടിയിലായിരുന്നു ലോകത്തിന്റെ ഭാവി മറിഞ്ഞിരുന്നത്. എണ്ണ എന്ന കറുത്ത സ്വർണം, മക്കയുടെ മണൽക്കാറ്റിനൊപ്പം മുഴങ്ങുന്ന ആ പരിശുദ്ധ അസാൻ, മദീനയുടെ ശാന്തത, റിയാദിന്റെ വെളിച്ചങ്ങൾ, ദഹ്റാനിലെ എണ്ണക്കിണറുകളുടെ മുഴക്കം, ഈ എല്ലാം ചേർന്നതാണ് സൗദി അറേബ്യയുടെ ആത്മാവ്. പക്ഷേ ഇതൊരു സമ്പത്തിന്റെ കഥ മാത്രമല്ല, ഇതൊരു വിശ്വാസത്തിന്റെ കഥയാണ്. മരുഭൂമിയിലെ മണൽത്തരികൾ പോലെ അനവധി പോരാട്ടങ്ങളും പ്രതീക്ഷകളും ചേർന്നതാണ് ഈ രാജ്യത്തിന്റെ ചരിത്രം. അതിനാൽ ഇനിയൊന്നും ചിന്തിക്കണ്ട. ലൈറ്റ് ഓഫ് ചെയ്ത് കണ്ണടച്ച് ഈ യാത്രയിൽ ചേരൂ. കാരണം ഇന്ന് നാം കേൾക്കാൻ പോകുന്നത് മണലിൽ നിന്നുയർന്ന ഒരു സാമ്രാജ്യത്തിന്റെ കഥയാണ്. സൗദി അറേബ്യയുടെ അത്ഭുതമായ ജീവിതയാത്ര. മണലിന്റെ അതിരുകളില്ലാത്ത മരുഭൂമികൾ, കനത്ത ചൂടിൽ മുങ്ങിയ ഭൂമി, ഇതാണ് സൗദി അറേബ്യയുടെ തുടക്കം. ഇന്നത് ലോകത്തിലെ ഏറ്റവും ശക്തമായ എണ്ണ രാജ്യമാണ്. പക്ഷേ ഒരു കാലത്ത് ഇത് ഒട്ടകപ്പാതകളിൽ ജീവിച്ചിരുന്ന ഗോത്രങ്ങളുടെ നാടായിരുന്നു. ഈ മണലിനടിയിലായിരുന്നു ഭാവിയെ മാറ്റിമറിച്ച ശക്തി ഒളിഞ്ഞിരുന്നത്, എണ്ണ. സൗദി അറേബ്യയുടെ കഥ മണലിൽ നിന്നുയർന്ന ഒരു മഹാരാജ്യത്തിന്റെ അത്ഭുതയാത്രയാണ്. ആയിരങ്ങൾ ആണ്ടുകൾക്ക് മുമ്പ് അറേബ്യൻ ഉപദ്വീപ് പുരാതന വ്യാപാരപാതകളുടെ ഹൃദയമായിരുന്നു. ഇന്ത്യ, ആഫ്രിക്ക, ചൈന, റോമൻ സാമ്രാജ്യം തുടങ്ങിയ മഹാസംസ്കാരങ്ങളെ ബന്ധിപ്പിച്ച ഭൂമിയാണിത്. ഇവിടെ ജീവിച്ചിരുന്നത് നൂറുകണക്കിന് ഗോത്രങ്ങൾ. ഖുറൈഷ്, ബനി ഹാഷിം, ഹവാസിൻ തുടങ്ങി. ഇവരിൽ ഒരാളായി മക്കയിൽ ജനിച്ച പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 7-ാം നൂറ്റാണ്ടിൽ ഇസ്ലാം ഉദിച്ചപ്പോൾ ഈ മരുഭൂമി ലോകത്തിന്റെ മതഭൂഷാസ്ത്രം തന്നെ മാറ്റിമറിച്ചു. മക്കയും മദീനയും ലോകമുസ്ലിമുകളുടെ ആത്മകേന്ദ്രങ്ങളായി. എന്നാൽ മതത്തിനപ്പുറം ഭരണം ആർക്കായിരിക്കണമെന്നത് നൂറ്റാണ്ടുകളോളം ചർച്ചയായിരുന്നു. 1744-ൽ മുഹമ്മദ് ബിൻ സൗദ് എന്ന ഗോത്രനായകനും മതപ്രഭാഷകൻ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബും ചേർന്ന് വഹാബി പ്രസ്ഥാനം ആരംഭിച്ചു. മതവും ഭരണവും ചേർന്ന് ഒരു പുതിയ ആശയം അതിലൂടെ രൂപംപ്പെട്ടു. ഇതോടെ ആദ്യ സൗദി സംസ്ഥാനമുണ്ടായി. പക്ഷേ ഓട്ടമൻ സാമ്രാജ്യത്തിന്റെ ആക്രമണങ്ങൾ അത് തകർത്തു. 1824-ൽ രണ്ടാം സൗദി സംസ്ഥാനം രൂപപ്പെട്ടെങ്കിലും ആഭ്യന്തര കലഹങ്ങൾ കാരണം അത് തകർന്നു. എങ്കിലും സൗദി വംശം അവസാനിച്ചില്ല. കുവൈത്തിൽ അഭയാർത്ഥിയായിരുന്ന ഒരു യുവാവ് അബ്ദുൽ അസീസ് ബിൻ സൗദ്, പിന്നീട് ഇബൻ സൗദ് എന്നറിയപ്പെട്ടയാൾ, ഒരു ദിവസം മുഴുവൻ അറേബ്യയെ ഒന്നിപ്പിക്കുമെന്ന് പ്രതിജ്ഞ ചെയ്തു. 1902-ൽ അദ്ദേഹം തന്റെ ചെറുസേനയുമായി റിയാദ് വീണ്ടെടുത്തു. അതാണ് സൗദി ചരിത്രത്തിലെ വലിയ തിരിമുറി. തുടർന്നുള്ള വർഷങ്ങളിൽ ഗോത്രങ്ങളെ ഒന്നിപ്പിച്ച് യുദ്ധങ്ങളിലൂടെയും ധാരണകളിലൂടെയും മുഴുവൻ അറേബ്യയും കീഴടക്കി. 1932 സെപ്റ്റംബർ 23-ന് അദ്ദേഹം പ്രഖ്യാപിച്ചു, ഇതാണ് അൽ മംലക്ക അൽ അറബിയ അൽ സൗദിയ, അതായത് സൗദി അറേബ്യ രാജ്യം. 1938-ൽ ദഹ്റാനിൽ എണ്ണ കണ്ടെത്തിയതോടെ ചരിത്രം തന്നെ മാറി. മണലിനടിയിൽ നിന്നുയർന്ന കറുത്ത സ്വർണം സൗദിയെ ലോകത്തിലെ സമ്പന്ന രാഷ്ട്രങ്ങളിലൊന്നാക്കി. റിയാദ്, ജിദ്ദ, മക്ക, മദീന, ദമ്മാം എന്നിവ ആധുനിക നഗരങ്ങളായി വളർന്നു. ഒട്ടകപ്പാതകൾ ഹൈവേകളായി മാറി. കുടിലുകൾ സ്കൈസ്ക്രേപ്പറുകളായി മാറി. ഇബിൻ സൗദിന്റെ ഭരണകാലം 1953-ൽ അവസാനിച്ചു. പക്ഷേ അദ്ദേഹത്തിന്റെ മക്കൾ ഒരുവന്മാരി രാജ്യം ഭരിച്ചു. സൗദി അൽ സൗദ് കുടുംബം മതത്തോടും പാശ്ചാത്യ രാഷ്ട്രീയത്തോടും തുല്യത പാലിച്ചു. 1970-കളിൽ എണ്ണവില ഉയർന്നപ്പോൾ സൗദി സമ്പന്നതയുടെ പരമാവധി കണ്ടു. എന്നാൽ 1979-ൽ മക്കയിലെ ഗ്രാൻഡ് മസ്ജിദ് ആക്രമണം മതരൂക്ഷതയും ഭീകരതയും ഉയർത്തി. പിന്നീടുള്ള ദശകങ്ങളിൽ സൗദി ലോകത്തിന്റെ എണ്ണശക്തിയായി മാറി. ഒപേക് വഴി എണ്ണവില നിശ്ചയിച്ച രാജ്യം അമേരിക്കയുമായി തന്ത്രപരമായ ബന്ധം പുലർത്തി. 1990-ൽ കുവൈറ്റ് അതിക്രമണത്തിന് ശേഷം ഗൾഫ് യുദ്ധത്തിൽ സൗദി അമേരിക്കയെ സുമർദ്ദിച്ചു. 2005-ൽ കിങ് അബ്ദുള്ള അധികാരത്തിലെത്തി. വിദ്യാഭ്യാസത്തിലും സ്ത്രീ ശാക്തീകരണത്തിലും പുതിയ വഴികൾ തുറന്നു. 2015-ൽ കിങ് സൽമാൻ സിംഹാസനമേറ്റ്
അദ്ദേഹത്തിന്റെ മകൻ മുഹമ്മദ് ബിൻ സൽമാൻ ലോകമറിയുന്ന MBS രാജകിരീടാവകാശിയായി. അദ്ദേഹം പ്രഖ്യാപിച്ചു വിഷൻ 2030, എണ്ണയെ ആശ്രയിക്കാത്ത ഭാവി സൗദി. നിയോം എന്ന ഭാവി നഗര പദ്ധതിയിലൂടെ സൗദി ഭാവിയുടെ മുഖമായി. സ്ത്രീകൾക്ക് വാഹനമോടിക്കാനുള്ള അനുമതി, വിനോദം, സംഗീതം, കായികം എന്നിങ്ങനെ സൗദി സമൂഹം പുതിയ യുഗത്തിലേക്ക് കുതിച്ചു. എന്നാൽ അതിനൊപ്പം മതപരമായ മൂല്യങ്ങളും പരമ്പരകളും നിലനിർത്തി. ഇന്ന് സൗദി അറേബ്യ ആഗോള രാഷ്ട്രീയത്തിലും സമ്പദ്വ്യവസ്ഥയിലും അനിവാര്യ ശക്തിയാണ്. മണലിൽ നിന്നുയർന്ന ഈ രാജ്യം ലോകത്തിനൊരു സന്ദേശം പറയുന്നു: വിശ്വാസം നിലനിർത്തിയും വികസനം നേടാനും കഴിയും. ഇങ്ങനെയാണ് സൗദി അറേബ്യയുടെ അത്ഭുതകരമായ യാത്ര. മരുഭൂമിയിൽ നിന്ന് മഹത്വത്തിലേക്ക്, മതത്തിൽ നിന്ന് ഭാവിയിലേക്കുള്ള മഹാഗാഥ.